+1 ബാച്ചിലെ കൂട്ടത്തോൽവിയിൽ ദുരൂഹതയെന്ന ആരോപണം. 72 വിദ്യാർത്ഥികളാണ് +1 ബാച്ചിൽ പരാജയപ്പെട്ടത്. കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള മാനേജ്മെന്റിന്റെ ഗൂഢാലോചനയാണ് കൂട്ടത്തോൽവിയെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. കുവൈറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിലെ 72 വിദ്യാർത്ഥികളാണ് +1-ൽ പരാജയപ്പെട്ടത്. വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ തോറ്റ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം. മൂല്യനിർണ്ണയം സുതാര്യമല്ലെന്ന ആരോപണവും ശക്തമാണ്. വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് കൂട്ടത്തോടെ പുറത്താക്കാനാണ് മാനേജ്മെന്റിന്റെ നീക്കമെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. തോറ്റ വിദ്യാർത്ഥികളോട് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ ഇവരെല്ലാവരും കൂടിയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 70 ഓഫ് ദം ഹാവ് ബീൻ ഫെയിൽഡ് ഡീറ്റെയിൻഡ് വിതൗട്ട് എനി റീസൺ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് TC എടുത്തിട്ട് വേറെ സ്കൂളിലേക്ക് പോകാനാണ്. പക്ഷേ വേറെ സ്കൂളിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം ഒറ്റ സ്കൂൾ ഇപ്പോൾ എടുക്കില്ല. കാരണം 12th ഇപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ടൈം ഓൾറെഡി ഇപ്പോൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിലെ മറ്റ് ഇന്ത്യൻ സ്കൂളുകളിൽ പ്രവേശന നടപടികൾ കർശനമാണ്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പഠനം പാതിവഴിയിൽ മുടങ്ങുമോ എന്നാണ് ആശങ്ക. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ അധികൃതർ നേരത്തെ യൂണിഫോം ഏകീകരണത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളിൽ നിന്ന് വൻതുക പിരിച്ചെടുക്കാൻ നീക്കം നടത്തിയിരുന്നു. ഈ വിവാദം അവസാനിക്കും മുൻപാണ് കൂട്ടത്തോൽവി വിവാദം ഉയർന്നിരിക്കുന്നത്. ഇസ്മായിൽ പയ്യോളി, റിപ്പോർട്ടർ, കുവൈറ്റ്.